ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം നമ്മുടെ ഇന്നൊരു വീഡിയോ വെച്ചാൽ നമ്മൾ ആരുമില്ല, ഞാൻ ഒറ്റക്ക് ഒരു ട്രിപ്പ്, അതായത് എനിക്ക് കിട്ടിയ വെച്ചെല്ലാം കാണിച്ചിട്ട് എനിക്ക് ബദൂങ്ങിൽ ഒരിടം വരെ പോകാനുണ്ട്. അപ്പം ബദൂങ് ട്രിപ്പാണ്, കണ്ണൂർ ട്രിപ്പൊന്നുമല്ല, നമ്മുടെ മോഡിഫൈഡ് ട്രാവലറിന് എടുത്തിട്ടുണ്ട്. അതായത് സ്വാൻ ഹോളിഡേയ്സിൻ്റെ സെക്കൻഡ് പാർട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതായത് ഈ ബ്ലൂയിഷ് കളർ സാധനം, അതായത് സ്വാൻ ഇനി ഇറങ്ങുന്നുണ്ട്. സ്വാൻ വണ്ടി തന്നെ സെയിം, അതിൻ്റെ ബോഡിയെല്ലാം നമ്മൾ എനിക്ക് ഇട്ടെടുത്ത്. പക്ഷേ ഇതിൻ്റെ ബോഡിയും കുറച്ച് മാറ്റമുണ്ട്. അതായത് ഹെഡ്ലൈറ്റ് പൊളിയാണ്, ഹെഡ്ലൈറ്റ് നീലയാന്ന് വരാം, മറ്റേതിന് മഞ്ഞ കളറുമാണ് ഹെഡ്ലൈറ്റ് ആയിട്ട് വരാം. ഹെഡ്ലൈറ്റ് അതായത് ടോപ്പ് ലൈറ്റ് വരുന്നത് അങ്ങനെയാണ്. പിന്നെ JBL മ്യൂസിക് ബാസ്റ്റർ നമ്മൾ അന്ന് വീഡിയോ ഇട്ടതുകൊണ്ട് ഞാൻ ഇപ്പം അതിൻ്റെ ചെറിയൊരു ഭാഗം സാമ്പിൾ കാണിച്ചു തരാം. അന്തരിഷാറ് പറഞ്ഞ ആ പാട്ടിനെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം മുന്തരിച്ചാറ് ജസ്റ്റ് ഒന്ന് ആക്കിയിട്ടുണ്ട്. ഞാൻ ഒന്ന് പാടിയ പാട്ട് തന്നെയാണ് ഇപ്പം ആക്കിയത്. അപ്പം നമ്മുടെ വണ്ടിയെല്ലാം പൊളിയാണ്. അപ്പം നമ്മുടെ വണ്ടി ഒന്ന് ആളെ സ്ഥലത്തെത്തിയ ബാക്കി ആള് കയറിട്ട് ബാക്കി കാര്യം ആള് കയറി എനിക്ക് ആടെ എത്തിയിട്ട് ബാക്കി കാര്യം. നമ്മുടെ തങ്ക് കുബാൻ പറാഹു എത്തിയിട്ടുണ്ട്. അപ്പം നമ്മുടെ DJ ബസ്സായ ഈ സാധനം ഇവിടെ എത്തിയിട്ടുണ്ട്. ഫുള്ള് LED കാര്യങ്ങളെല്ലാം ഓഫാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. നേരെ വണ്ടി ഒന്ന് U-ടേൺ. ഓ മൈ ഗോഡ്, വണ്ടി പൊളിയിട്ട. ഓ മൈ ഗോഡ്, വണ്ടി പൊളിയാണ്. താമശ്ശേരി ചുരം പോലത്തൊരു ചുരം കഴിഞ്ഞ്, പക്ഷെ കുഞ്ഞു ചുരം കാണുന്ന വണ്ടി കുഴപ്പമില്ല. കുറച്ച് സ്പീഡ് പോകണം, ബിക്കോസ് ചുരത്തിൻ്റെ ഇടയിൽ ആരും ഛർദിയും അങ്ങനത്തെ വല്ല കാര്യം പറ്റൂലല്ലോ. സ്പീഡ് പോകാനും ഇവിടെ ഓവർടേക്കിംഗ് കണക്ഷൻ ശരിയല്ല. അവിടെ ഇപ്പം തൽക്കാലം ഇപ്പം വണ്ടി ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് നൈസായിട്ട് പാർക്ക് ചെയ്തിട്ട് 2 മിനിറ്റ് ഒന്ന് പാർക്ക് ചെയ്യുക. അതായത് വണ്ടിൻ്റെ ഒന്ന് ടെർമോസ്റ്റേറ്റ് ഒന്ന് ശരിയാക്കാനുണ്ട്. ആ പണി ഇവിടത്തേക്ക് വിചാരിച്ചത്. ആളെല്ലാം ഉണ്ട്. അപ്പം വണ്ടിൻ്റെ റേഡിയേറ്റർ, അതായത് ബാക്ക് ഡോറ് തുറക്കുമ്പോൾ കുറച്ച് ഫ്രണ്ട് ഇടാം. അതായത് ബാക്ക് ഡോർ തുറന്നിട്ട് റേഡിയേറ്ററിൻ്റെ കുറച്ച് പണിയുണ്ടാവും. ആ പണിന് ശേഷം ബാക്കി ഓക്കെ. തണ്ടർ സ്കോർപ്പറിൻ്റെ പണിയുണ്ട്. അപ്പം ഇത് ഷട്ടൽ ബസ്, അതായത് വണ്ടി ഇവിടെ നിർത്തി വെച്ചിട്ട് പോകുമെന്നുള്ളൊരു ഇതാണ്. കുറച്ച് നേരം ഇവിടെ വണ്ടി വെച്ചിട്ട് പോകും, ബിക്കോസ് കുറച്ച് നേരം റാപ്റ്റർ ഇവിടെ വരും, റാപ്റ്റർ ഹോളിഡേയ്സ്. അപ്പം അതായത് ബുറാക്ക് ഇവിടെ വരും. ബുറാക്കിന് കുറച്ച് മിനിറ്റ് ചിലപ്പം വേണമെങ്കിൽ ഞാൻ ബുറാക്ക് എടുത്തിട്ട് കുറച്ചും കൂടി ഷൈന ഇവിടെ വരും. അപ്പം ബുറാക്ക് ഈ വണ്ടി വെക്കാനും കാരണം വെച്ചാൽ അരികെ തന്നെയാണ് ഓണറിൻ്റെ വീട്. അപ്പം ഓണറിനെ കയ്യിൽ പോയി ഏൽപ്പിച്ച് ബുറാക്ക് എടുക്കാമല്ലോ, എൻ്റെ സ്വന്തം ബുറാക്കല്ലേ. ഇപ്പം തൽക്കാലം ട്രാവലർ ഇപ്പം ആടുന്ന് വാടക എടുത്തതിൻ്റെ മെയിൻ പ്രശ്നം. അപ്പം അവരുടെ വീട് മര്യാദയ്ക്ക് കാണിച്ചു തരാം. അപ്പം അവിടെ അതിൻ്റെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്. ഇനി പിന്നെ ഒരു കുഞ്ഞി പായൽ റോട്ടിലോട്ട് കയറണം. ഇനി നമുക്ക് മാപ്പ് നോക്കട്ടെ. അങ്ങോട്ടല്ലേ ഇത് വാട്ടർഫോൾ എന്ന് തോന്നുന്നു. ഇതുപോലെ ഹീറ്റേഷൻ എന്തെല്ലോ വരുന്ന സാധനം. നമ്മുടെ ട്രാവലറിൽ നിന്ന് ആളെ ഇറങ്ങിയിട്ട് ഇനി നമുക്ക് അടക്കാം. അതായത് ഇവർ കയറിയിട്ട് വണ്ടിയിൽ ഇരിക്കട്ട് എല്ലാം കണ്ടിട്ടുണ്ട്. അപ്പം
കേട്ടോ. ഫുള്ള് എൻ്റെ കാറ് രജിത്തിൻ്റെ എടുക്കാനും. ഇതൊരു വീടിൻ്റെ സൈനാണ്. അപ്പോൾ ഇവിടെ ട്രാവലർ കൊണ്ടുവരാൻ കഴിയില്ല. കുറച്ച് ഏർപ്പാടുണ്ട്. അപ്പം ആ ഏർപ്പാട്ടിൽ അപ്പം ഇനി ഇതാണ് മാനേജറിൻ്റെ കുഞ്ഞു വീടാണ്. പുള്ളിക്കാർ ഭയങ്കര റിച്ചും കാര്യങ്ങളൊന്നുമില്ല, അത്യാവശ്യത്തിന് പൂറും റിച്ചും കാര്യങ്ങളൊക്കെ. പക്ഷേ ഓരോ വണ്ടി ഇവിടെ എടുത്തിട്ട് പോവാം. നമ്മുടെ വീഴപ്പം ഇപ്പം തന്നെ വൈൻഡപ്പ് ചെയ്യാം. എന്തായാലും കുറച്ച് ബിറ്റ്വീൻ ഈടത്തെ വണ്ടി കയറ്റിയാലോ? കയറുന്നില്ല. ബാക്ക് റിവേഴ്സ് ഇട്ടാൽ കയറും. തങ്ക് കുബൻ പറഹുലിൻ്റെ ബാക്കിങ് ഭയങ്കര ബാക്കായത്. അതിൻ്റെ ഇങ്ങോട്ടൊന്നും ഇനി വണ്ടി കയറ്റാം. തട്ടാണ്ട് മുട്ടാണ്ടല്ലോ പോയി നോക്കാനാണ് പോകുന്നത്. ഓണറിൻ്റെ വീട്ടിലാണ് പോയി പോകുന്നത്. അതിൻ്റെ ഒരു ഓണറിൻ്റെ മൂപ്പരക്കൊന്നും പോയില്ല. ഓണർ നമ്മളെ വീട്ടിൽ വരുത്താണ്. അപ്പം ഇവിടെ വണ്ടി ഷെഡിൽ അവരുടെ ഷെഡ് വെച്ചാൽ ഈ മരത്തിൻ്റെ നൈസായിട്ട് ടച്ചായും കാര്യങ്ങളും ആകുന്നുണ്ട്. പക്ഷേ അല്ല പിന്നെ ഭയങ്കര തിരക്ക്. അതായത് ഷെഡിൽ കടന്നോട്ട് ഇവിടെ വെക്കാം. നമുക്ക് ഇതിനകത്തോട്ട് കയറ്റില്ല. ഇദ്ദേഹം ഓമായി ഇവിടെ പൊന്നും മച്ചാന്. ഞാൻ വിചാരിച്ച പോലെയല്ല പ്രീഡിയാക്കിൻ്റെ അനങ്ങുന്നില്ല. ടൂറിവിടെ പകുതിക്ക് കണ്ടിന്യൂ. എന്തായാലും ക്രെയിനെ വിളിച്ചിട്ട് ബാക്കി ക്രെയിനെ വിളിച്ച് ട്രെയിൻ എന്താക്കി ഫർഹാനിൽ തങ്കിട്ടപ്പൻ ഫറാഹുലി ഒന്നും കൂടിയും ഇടം വേറെ ഒന്ന് എത്തിച്ചാലും ഓരോറിന് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ പോയിക്കോ. അപ്പം അങ്ങോട്ട് തന്നെ ഒന്നും കൂടിയല്ല പോകുന്നത്. അപ്പം ഞാൻ എന്താക്കുന്നത് ഒരു ഇവിടുന്ന് വളക്കുന്നു. ബിക്കോസ് ഇവർ കൊണ്ടുവരുമ്പോൾ 96 ആയിപ്പോയി. വണ്ടി എത്ര പൊട്ടിയാലും ശരി കുഴപ്പമില്ല. എന്തായാലും ഞാൻ എന്താക്കി ക്രെയിൻ എന്താക്കി എടുക്കുന്ന മുമ്പ് ഞാൻ എന്താക്കി വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് മൂപ്പരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. മൂപ്പറെ എൻ്റെ അവരക്ക് വണ്ടി ഉണ്ടാവും, നിങ്ങൾ വന്നിട്ട് എടുത്തോ. ഓരോന്ന് ഓക്കെ നീ ഇപ്പോൾ ഇവിടെ വന്നിട്ട് എന്താകുന്നു. ഞാൻ പറഞ്ഞ ടൂറുള്ളതുകൊണ്ട് ക്രെയിനെ വിളിക്കേണ്ട വന്നു. ഓരോന്ന് ആ ശരി എന്നാൽ കുഴപ്പമില്ല എൻ്റെ വീട്ടിൽ വന്നോട്ട്. നമ്മുടെ നമുക്ക് ഇങ്ങോട്ട് വെറുതെ ഒന്ന് കൊണ്ടുവിടാം. മെഹ്റാസ് ഗ്രൂപ്പിലെന്തുണ്ട് കുഴപ്പമില്ല. നമുക്ക് ഷട്ടിൽ അതായത് വണ്ടി ഇപ്പോൾ തൽക്കാലം ഇവിടെ വെക്കാം. ഇപ്പം ഇനി ഓട്ടോ ഷോൻ്റെ ടൈമാണ്. അപ്പം ഓട്ടോ ഷോൻ്റെ ബാക്കി കാര്യം കാണിച്ചു തരാം.